Dear students, Animal Kingdom Part 5. നെക്സ്റ്റ് ഫൈലം ആണ് നമ്മൾ പഠിക്കുന്നത്. 2 ഫൈലംസ് ഉണ്ട്. ഫൈലം ടീനോഫോറ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ്. നമ്മൾ ആദ്യത്തെ രണ്ട് വീഡിയോസ് ആദ്യം 2 ഫൈലവും പഠിച്ചു കഴിഞ്ഞു വീഡിയോയിൽ. ഒന്ന് പോറിഫറ ആയിരുന്നു, രണ്ടാമത് സീലൻഡ്രേറ്റ്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫൈലവും നാലാമത്തെ ഫൈലവുമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഫൈലം ടീനോഫോറ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ജീവികൾ എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. നോക്കാം അതിൻ്റെ ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് നമ്മൾ ടീനോഫോറയെക്കുറിച്ചാണ്. ടീനോഫോറ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തരം ജീവികളാണ്. മറൈനായിട്ടുള്ള കടലിൽ കാണുന്ന ജീവികളാണ് കൂടുതൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്പെറൻറ്റ്. കണ്ണാടി പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കണ്ടോ, ഗ്ലാസ് പോലെ തോന്നിക്കും നമുക്ക്. അതാണ് ഫൈലം ടീനോഫോറ. ടീനോഫോറയെ കോമൺലി നോൺ ആസ് സീ വാൾനട്ട്സ് ഓർ കോംബ് ജെല്ലീസ്. അപ്പോൾ ഇവരെ അറിയപ്പെടുന്നത് സീ വാൾനട്ടുകളെന്നോ അല്ലെങ്കിൽ കോംബ് ജെല്ലികളെന്നോ വിളിക്കുന്നു. ഇനി ഇതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? വാൾനട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതേപോലുള്ള ഒരു നട്ടാണ് വാൾനട്ട്. ഇതേ ഷേപ്പ് പോലെ തോന്നിക്കും. ഇത്രയും ഹാർഡൊന്നുമല്ല. ഇത് ഒരു നമ്മൾ തൊട്ട് നോക്കിയാൽ ജെല്ലി പോലെ ഇരിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാരണമാണ് ഇവരെ സീ വാൾനട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കും. ആ കോംബ് ജെല്ലീസ് എന്നുള്ളത് ഇവരുടെ ശരീരത്തിൽ കോംബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കോംബ് ജെല്ലികൾ എന്നും കൂടി വിളിക്കും. അപ്പോൾ ടീനോഫോഴ്സ് ആർ കോമൺലി നോൺ ആസ് സീ വാൾനട്ട് ഓർ കോംബ് ജെല്ലീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ നെയിം നമ്മൾ ഓർത്തിരുന്നണം. ഓരോ ജീവികൾക്കും എന്തൊക്കെയാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരുകൾ. അപ്പോൾ ഈ ടീനോഫോറയുടെ പേരാണ് സീ വാൾനട്ട്സ് എന്നോ അല്ലെങ്കിൽ കോംബ് ജെല്ലികളെന്നോ വിളിക്കും. ഇനി ഇവരുടെ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും തന്നെ മറൈനാണ്, കടലിലുള്ളവരാണ്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈനാണ്. മറൈൻ എന്ന് പറഞ്ഞാൽ കടലിൽ കാണുന്ന ജീവികളാണ്. പിന്നെ റേഡിയലി സിമെട്രിക്കലാണ്. റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു ബോൾ ഷേപ്പ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമുക്ക് സെൻറ്ററിൽ കൂടെയുള്ള ഏത് പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താലും എന്ത് കിട്ടും? നേർപകുതി കിട്ടും. അപ്പം ദ ആനിമൽ ക്യാൻ ബി cut into 2 equal half, cutting it through the central axis through any plane. ഏതൊരു പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുമ്പോൾ നേർപകുതി കിട്ടുമെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിമെട്രിയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയും. അപ്പോൾ റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ് ആണ് ഇവർ. അതുപോലെ അവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. നമ്മൾ ഓൾറെഡി ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ജേം ലെയേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ഡൈ എന്നാണ് പറയുന്നത്. എക്ടോഡേമും എൻഡോഡേമും. എക്ടോഡേം ആൻഡ് എൻഡോഡേം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ഇല്ല, പക്ഷേ പകരം അവിടെ ഒരു റീജിയൻ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് മീസോഗ്ലിയ. അതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. പിന്നെ ഇവർ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കലകൾ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ പോറിഫറ സിലിൻഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പോറിഫറയിലൊക്കെ പറഞ്ഞ സെൽസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂസാണ് ഉള്ളത്. ആ ടിഷ്യൂസാണ് അവരുടെ ശരീരഘടന എന്ന് പറയുന്നത്. പലതരം ടിഷ്യൂസ് ചേർന്നാണ് അവരുടെ ബോഡിയുള്ളത്. ഇനി ദ ബോഡി ബിയേഴ്സ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നു അല്ലേ? കോംബ് എന്ന് പറഞ്ഞാൽ ചീപ്പ് പോലുള്ള 8 റോസ് ഇവരുടെ മേത്ത് കാണാൻ കഴിയും. ഇങ്ങനെ പലക പോലെ ഇങ്ങനെ ഇരിക്കും. അതിൽ 8 എണ്ണം വരും. അതിൻ്റെ അറ്റത്തെല്ലാം എന്തുണ്ട്? സീലിയ നമുക്ക് കാണാം. ഇതിൻ്റെ അറ്റത്തെല്ലാം കുഞ്ഞ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ചെറിയ ഹെയർ പോലുള്ള സ്ട്രക്ചേഴ്സ് ഇതിൻ്റെ സൈഡിൽ ഉണ്ട്. അപ്പോൾ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചീപ്പ് പോലെ ഇരിക്കും. നമ്മൾ തല ചീവുന്ന ചീപ്പില്ലേ, അതേപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കോംബ് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ബോഡി ബെയർ
8 external rows of ciliated comb plates. 8 എണ്ണം ഉണ്ട് ഇതേപോലെ. ആൻഡ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഈ കുഞ്ഞ് സീലിയ ഉള്ളത് കൊണ്ട് ആ സീലിയയുടെ ലാഷിംഗ് മൂവ്മെൻറ്റ് അത് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് വെള്ളത്തിൽ നീന്തി നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. ദർ ബോഡി ബെയർ 8 external rows. 8 external rows of comb plates which help in locomotion. അതുകൊണ്ട് ഈ കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിച്ചത്? കോംബ് ജെല്ലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിന് പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷനെ എക്സ്ട്രാ സെല്ലുലാർ എന്നും സെല്ലിനുള്ളിലേക്ക് എടുത്തിട്ട് ഡൈജഷൻ നടത്തുന്നതിനെയാണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറയും. അപ്പോൾ 2 തരം ഡൈജഷനും ഈ ജീവികളിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബയോലൂമിനിസെൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവർക്കുണ്ട്. ബയോലൂമിനിസെൻസ് എന്താണെന്ന് നോക്കുക. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് ഈസ് വെൽ മാർക്ക്ഡ് ഇൻ ടീനോഫോഴ്സ്. അപ്പോൾ ടീനോഫോറയിൽ നമുക്ക് ഏത് പ്രത്യേകതകൾ കാണാം? ബയോലൂമിനിസെൻസ് എന്ന് പറയുന്ന പ്രത്യേകത. എന്താണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ രാത്രി കാലങ്ങളിലൊക്കെ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഇതേപോലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം മറ്റ് ജീവികൾ അതിനെ കണ്ട് പേടിച്ച് ഓടിമറയും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം പോലെയാണ് ഇവർക്ക് ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ബയോലൂമിനിസെൻസ് കാണിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ടീനോഫോറയാണ്. അപ്പോൾ എന്താണ് ബയോലൂമിനിസെൻസ്? അതുകൂടി ഓർത്ത് വെക്കുക. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. നെക്സ്റ്റ് അവരുടെ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ബൈ സെക്ഷൽ മീൻസിൽ കൂടെ, അതായത് ബീജസംയോജനം വഴിയേ എന്ത് നടക്കത്തുള്ളൂ? റീപ്രൊഡക്ഷൻ നടക്കുക. അപ്പം മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുകയും അങ്ങനെ അത് ഫെർട്ടിലൈസ് ചെയ്യും അല്ലേ? ഇതിപ്പം സീ വാൾനട്ട്സിനെ കാണിച്ചേക്കാണ്. എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് രണ്ടും കൂടെ ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ആ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് ലാർവ ഉണ്ടാകുന്നു. ആ ലാർവ വലുതായിട്ടാണ് അഡൽട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ബൈ സെക്ഷൽ മീൻസ് നമ്മൾ പറയും. സെക്ഷൽ മീൻസിൽ കൂടെയാണ് റീപ്രൊഡക്ഷൻ. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഫെർട്ടിലൈസേഷൻ? എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഈ ജീവിയിൽ നിന്ന് പുറത്തേക്ക് എഗ്ഗിനെയും സ്പേമിനെയും പുറത്ത് വിടും. എന്നിട്ട് ഇത് അവിടെ വെച്ചാണ്, വെള്ളത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ബോഡിയുടെ ഉള്ളിൽ വെച്ചല്ല ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്? ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ലാർവ ഉണ്ടെങ്കിൽ, ലാർവയെ കണ്ടാൽ ഇതേപോലെ ഇരിക്കത്തില്ല, അഡൽറ്റിനെ പോലെ. ലാർവ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം കാണും അല്ലേ? പിന്നെ അതിനാണ് ചില രൂപമാറ്റം വന്നിട്ടാണ് അത് അഡൽട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ലാർവ ഉണ്ടെങ്കിൽ, അവരുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ലാർവ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ റീപ്രൊഡക്ഷൻ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ്? റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ബൈ സെക്ഷൽ മീൻസ്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ ടെക്സ്റ്റിൽ 2 എക്സാമ്പിൾസ് ആണ് അറിയപ്പെടുന്നത്. ഒന്ന് പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്ന ജീവിയാണിത്. പ്ലൂറോബ്രാക്കിയ. വെറുതെ പേര് ഓർത്തിരിക്കുക. ചിലപ്പം പല പേരുകൾ തന്നിട്ട് നിങ്ങളോട് ഏത് ഫൈലമാണെന്ന് ചോദിക്കാം. അപ്പോൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഓർത്തിരിക്കുക. പ്ലൂറോബ്രാക്കിയയും ഉണ്ട്. ടീനോപ്ലാന എന്ന് പറയുന്ന മറ്റൊരു ജീവിയും കൂടെ ഉണ്ട്. ടീനോപ്ലാന. സി ഇവിടെ സൈലൻ്റ് ആണ്. ടീനോപ്ലാന. ഇനി നമ്മൾ കോമൺ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ വായിക്കാം. ടീനോഫോഴ്സ് commonly known as sea walnuts or comb jellies. They are exclusively marine, radial symmetry, diploblastic organism with tissue level of organization. Body bear 8 external rows of ciliated comb plates which help in locomotion. Digestion is both extracellular and intercellular. Bioluminescence, the property of a living organism to emit light, is well marked in Ctenophores.
Reproduction take place only by sexual means. Fertilization is external with indirect development. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ വായിച്ചു വെച്ചിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് ഈ ഫൈലത്തിനെ സീ വാൾനട്ട് എന്നും കോമ്പ് ജെല്ലീസ് എന്നും വിളിക്കുന്ന കാര്യം ഓർക്കുക. ഇവർക്ക് 8 റോസ് ഓഫ് കോമ്പ് പ്ലേറ്റ്സ് ഉള്ള കാര്യം ഓർക്കുക. ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളതും ഓർക്കുക. ഇത്രയും സാധാരണ പരീക്ഷയ്ക്ക്. പിന്നെ റേഡിയൽ സിമെട്രി എന്നുള്ള കാര്യവും ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് റേഡിയൽ സിമെട്രിക് ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് ടീനോഫോസ് അങ്ങനെ ചിലപ്പം ചോദിക്കാം. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ഹാവിങ് റേഡിയൽ സിമെട്രി എന്ന് ചോദിച്ചാൽ ടീനോഫോസിൻ്റെ പേര് പറയാൻ പറ്റും. അതാണ് ടീനോഫോസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈലമാണ് എന്താണ് അടുത്ത ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ആ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് കേൾക്കുമ്പോഴേ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് എന്നർത്ഥം. ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ വേംസ് എന്നാണ് അർത്ഥം. വേംസ് വിരകൾ, പരന്ന വിരകൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. പരന്ന വിരകൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ്. അവരുടെ മോൾ ഭാഗവും അടിഭാഗവും കണ്ട പരന്നിരിക്കും. അതുകൊണ്ടാണ് അതിനെ പരന്ന വിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. എന്താണ് ഈ ഡോഴ്സോ വെൻട്രലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും പരന്നിരിക്കും. അതിനെയാണ് ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഹെൻസ് ആർ കോൾഡ് ആസ് ഫ്ലാറ്റ് വേംസ്. അതുകൊണ്ട് അവരെ ഫ്ലാറ്റ് വേമുകളെന്ന് വിളിക്കും. ഇതിൻ്റെ അകത്ത് വരുന്ന 2 ഉദാഹരണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ജീവിയാണ് ടേപ്പ് വേം എന്ന് പറയുന്ന ജീവി. നാടവിര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ടേപ്പ് വേം. ഈ മറ്റൊരു ജീവിയാണിത്, ഫാസിയോള എന്ന് പറയുന്ന ഒരു ജീവി. അതിൻ്റെ പേര് ലിവർ ഫ്ലൂക്ക് എന്നും അറിയപ്പെടും. ഈ 2 ജീവികളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ്. അപ്പോൾ ഇവരെ ഫ്ലാറ്റ് വേംസ് എന്നാണ് പറയുന്നത്. ദീസ് ആർ മോസ്റ്റ്ലി എൻഡോപാരസൈറ്റ്സ് ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ദ ഹ്യൂമൻ ബീങ്. ഇതിൻ്റെ അകത്ത് വരുന്ന മിക്ക ജീവികളും എങ്ങനെയാണ്? പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് നമുക്കറിയാലോ, മറ്റുള്ള ജീവികളുടെ ശരീരത്തിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ പാരസൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് എൻഡോപാരസൈറ്റ്സ്? പാരസൈറ്റുകൾ 2 ടൈപ്പ് ഉണ്ട്. ശരീരത്തിന് ഒരു ജീവിയുടെ ശരീരത്തിൽ ഹോസ്റ്റ് ആനിമലിൻ്റെ ശരീരത്തിനുള്ളിൽ ഉള്ള ജീവികളുമുണ്ട്, പുറത്ത് ജീവിക്കുന്ന ജീവികളുമുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ജീവികളെ ആണ് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? എൻഡോ പാരസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. എൻഡോ മീൻസ് ഇൻസൈഡ് എന്നർത്ഥം. എക്സോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള, ഇപ്പം ഒരു ആനിമലിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത്, ഇപ്പം മനുഷ്യൻ്റെയൊക്കെ തലയിൽ പേനുണ്ടെന്ന് പറയത്തില്ലേ, അപ്പോൾ പേനുകളും ഒക്കെ എന്താണ്? എക്ടോ പാരസൈറ്റ് ആണ്. എക്ടോ പാരസൈറ്റ് അല്ലെങ്കിൽ എക്സോ പാരസൈറ്റ്സ് എന്ന് നമുക്ക് പറയാം. പുറത്തെന്നുള്ള മീനിങ് എക്ടോ പാരസൈറ്റ്സ്. കൂടുതലും നമ്മൾ എക്ടോ എന്നുള്ള ECTO ആണ് പറയുന്നത്. ഇവിടെ എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പാരസൈറ്റ്, ശരീരത്തിൻ്റെ ഉള്ളിൽ, അവരുടെ ഇൻഡസ്റ്റൈനിനുള്ളിലും ഒക്കെയാണിത് കാണുന്നത്. അപ്പോൾ ഈ ജീവികൾ കൗസിലും ഷീപ്പിലും ഒക്കെ നമുക്ക് മനുഷ്യനിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പാരസൈറ്റാണ് ഈ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ അകത്ത് വരുന്ന മിക്കവാറും ഉള്ളവരെല്ലാം തന്നെ. അതിൽ 1-2 പേര് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ജീവികൾ ഉണ്ട് താനും. അപ്പോൾ ഫ്ലാറ്റ് വേംസിൻ്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് വേംസ് ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ, ഒരു ആനിമലിനെ നെടുകെ നമുക്ക് മുറിച്ചാൽ 2 നേർപകുതികൾ കിട്ടുമെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ ഈ ജീവികൾ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ജീവികളാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 3 ജേം ലെയേഴ്സ് അവർക്കുണ്ട്. എക്ടോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്, അതിനുള്ളിൽ എൻഡോഡേമും ഉണ്ട് അല്ലേ. അപ്പോൾ 3 ജേം ലെയേഴ്സ്, എക്ടോഡേം, മീസോഡേം, ദെൻ ഏറ്റവും ഉള്ളിൽ എൻഡോഡേം. അങ്ങനെ 3 ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എസീലോമേറ്റ്സ് ആണ്. എസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മീസോഡേമലിൻ്റെ ഭാഗത്താണ് ശരിക്കും ഒരു ക്യാവിറ്റി വരണം അല്ലേ. ആ ക്യാവിറ്റിയെ നമ്മളെപ്പോഴും എന്ത് വിളിക്കുന്നത്? സീലോം എന്ന് വിളിക്കും. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ക്യാവിറ്റി ഇല്ല. ഈ കാണുന്ന ക്യാവിറ്റി അവരുടെ അലിമെൻ്ററി കനാലിൻ്റെ ക്യാവിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് ഭാഗം, അതായത് റെഡ് ഭാഗം എന്ന് പറയുന്നതാണ് മീസോഡേമൽ റീജിയൻ. മീസോഡേമലിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്ത് വരണ്ടേ? സീലോം ഉള്ളത്. പക്ഷേ ഇവർക്ക് എന്തില്ല? സീലോം ഇല്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ എസീലോമേറ്റ് ആനിമൽസ് എന്ന് പറയും. ദെൻ ദേ ഹാവ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവരിൽ എന്തുണ്ട്?
ഓർഗനുകളുണ്ട്, അവയവങ്ങളുണ്ട്, ടിഷ്യൂസ് അല്ല. സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസും ഡെവലപ്പ് ചെയ്ത ജീവികളാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പോൾ ബയലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, എസീലോമേറ്റ് വിത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്ത് ഇവർ ഓൾറെഡി ഞാൻ പറഞ്ഞു, കൂടുതലും ആൾക്കാർ പാരസൈറ്റുകളാണ് അല്ലേ. അപ്പോൾ പാരസൈറ്റ് ആവാൻ വേണ്ടി അവർക്ക് ചില ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ പാരസൈറ്റിക് ഫോംസ്. അവരിൽ ഇതിപ്പോൾ ഒരു കാണിച്ചിരിക്കുന്ന പടം ടേപ്പ് വേമാണ്. ടേപ്പ് വേമിൻ്റെ തലഭാഗത്തായിട്ട് അതിനെ സ്കോളക്സ് എന്ന് പറയും, തല, ഹെഡ് റീജൻ. അവിടെ നമുക്ക് ധാരാളം ഹുക്സ് കാണാം. ഈ ജീവികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ക്യാറ്റൽസിൻ്റെയും ഒക്കെ ഇൻഡസ്റ്റൈനിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ജീവികളാണ്. കടിച്ചു തൂങ്ങി കിടന്നിട്ട് നമ്മുടെ ബ്ലഡൊക്കെ ഫുഡ് മെറ്റീരിയൽസൊക്കെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ജീവികൾ. അപ്പോൾ ഇവർക്ക് പറ്റിപ്പിടിച്ചിരിക്കാൻ ഹുക്സും ഉണ്ട്. പിന്നെ ഇൻഡസ്റ്റൈനിൻ്റെ ഭിത്തിയിൽ സക്ക് ചെയ്തിരിക്കത്തക്ക രീതിയിൽ സക്കേഴ്സും ഇവർക്ക് ഉണ്ട്. അപ്പോൾ മിക്ക പാരസൈറ്റുകൾക്കും, ഇപ്പോൾ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ ജീവികൾ, അതുപോലെ തന്നെ ടേപ്പ് വേം പോലുള്ള പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാറ്റിഹെൽമിന്തസിനൊക്കെ എന്തുണ്ട്, ഹുക്സും സക്കേഴ്സും പ്രസൻ്റ് ആണ്. പിന്നെ സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദർ ബോഡി സർഫസ്. അപ്പോൾ ഇവർ ഫുഡ് അബ്സോർബ് ചെയ്യുന്ന എവിടെയാണ്, അവരുടെ ബോഡി സർഫസിൽ കൂടെ അബ്സോർബ് ചെയ്യും. ഇവർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർ ഇൻഡസ്റ്റൈനിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈൻസിൽ ഡൈജസ്റ്റ് ചെയ്ത ന്യൂട്രിയൻറ്റുകളൊക്കെ കാണും. അതൊക്കെ അവർ നേരിട്ട് ആഗിരണം ചെയ്യും, അവരുടെ ബോഡിയിലേക്ക് അത് അവർ അബ്സോർബ് ചെയ്യും. ചില പാരസൈറ്റ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്സും സക്കേഴ്സും ഉണ്ടെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എന്തിനാന്ന് വെച്ചാൽ മറ്റ് ഹോസ്റ്റുകളുടെയൊക്കെ ശരീരത്തിനുള്ളിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയാണ് ഹുക്സും സക്കേഴ്സും ഉള്ളത്. പിന്നെ ഈ ഫൈലത്തിൽ വരുന്ന ചില ജീവികൾക്ക് there are some specialized cells called flame cells help in osmoregulation and excretion. അപ്പോൾ ഇവരുടെ ശരീരത്തിനുള്ളിൽ ഇവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ടും നമുക്ക് ഒരു പ്രത്യേക തരം സെൽസ് കാണാം. ആ സെൽസിന് പറയുന്ന പേരാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയും. നമ്മുടെ ബോഡിയിലെല്ലാം സ്കാറ്റർ ചെയ്താണ് ഇത് കാണുന്നത്, ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട് ഇത്. ആ സെല്ലിനെയാണ് ഇവിടെ പടം കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ ബോഡിക്കുള്ളിൽ ഇങ്ങനെ പല ഭാഗത്തും കിടന്നിട്ട് ഈ കോശങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇതിനെ കളക്ട് ചെയ്യും ഈ കോശം, ഈ പ്രത്യേക തരം സെൽ. എന്നിട്ട് ഇതിലേ കൂടെ ഈ ട്യൂബ് വഴി പുറന്തള്ളും. അപ്പോൾ ട്യൂബ് വഴി പുറന്തള്ളണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യുന്ന ഈ ഫ്ലൂയിഡായിട്ടുള്ള വേസ്റ്റുകളാണല്ലോ കൂടുതൽ, കാരണം ഇവർ ഫ്ലൂയിഡ് ആണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഈ വേസ്റ്റുകളെയെല്ലാം റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടം സീലിയ നമുക്കിവിടെ കാണാം. സീലിയ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ആ ഹെയർസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഈ ഫ്ലൂയിഡ് ഇതിൽ കൂടി ഒഴുകി ഇവിടെ കെട്ടിക്കിടക്കുകയും അത് എക്സ്ക്രിറ്ററി പോറ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലുള്ള ചെറിയ ചെറിയ കോശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കാൻ കാരണം, ഈ സീലിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു തീനാളത്തിൻ്റെ ആകൃതിയോടിരിക്കും. തീനാളം നമുക്കറിയാലോ, നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ഉള്ള തീനാളത്തിനെ പോലെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഫ്ലെയിം സെൽസ് എന്നുള്ള പേര്. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീനാളം പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് അതിനെ ഫ്ലെയിം സെൽസ് എന്നറിയപ്പെടുന്നത്. ഇനി ഓർത്തിരിക്കുക, ഈ ഫ്ലെയിം സെൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ആനിമലിൻ്റെ ബോഡിയിൽ വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുന്നത് കിഡ്നിയാണെന്ന് നമുക്കറിയാം അല്ലേ. വെള്ളവും ലവണങ്ങളുടെയും തോത് ക്രമീകരിച്ച് വെക്കുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ ഓസ്മോ റെഗുലേഷൻ. അപ്പോൾ അത് ചെയ്യുന്ന കോശങ്ങളാണ് ഈ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാനും സഹായിക്കുന്നത് ഈ ഫ്ലെയിം സെൽസ്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി കോശങ്ങളെ ഫ്ലെയിം സെൽസ് എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലെയിം സെൽസ് എവിടെയാണ് കാണുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫ്ലെയിം സെൽസിനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്ന കോശങ്ങളെയാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവരുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അവർക്ക് മെയിലെന്നോ ഫീമെയിലെന്നോ നമുക്ക് സെപ്പറേഷനൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇവർക്ക് ഓവറിയും ഉണ്ട്, ടെസ്റ്റസ് ഒരേ ആനിമലിൽ തന്നെ രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സെക്സ് ഓർഗൻസ് ഒരേ ആനിമലിൽ കാണുമ്പോൾ നമ്മൾ അവരെ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയും അല്ലേ.
പിന്നെ അതുപോലെ മൊണേഷ്യസ് എന്നും പറയും. അങ്ങനെയുള്ള ജീവികളാണ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ആണ്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്ത്സിൽ ഇങ്ങനെയുള്ള ജീവികൾ സെക്സസ് സെപ്പറേറ്റ് അല്ല, മെയിലെന്നും ഫീമെയിലെന്നും ഡിഫറൻസിയേഷൻ ഇല്ല. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഉള്ളിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എഗ്ഗും സ്പേമും കൂടെ ഫ്യൂഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ഓവറി ഉണ്ട്, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാം, ടെസ്റ്റിസിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാം. അത് രണ്ടും കൂടെ ബോഡിക്കുള്ളിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലേ. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ത്രൂ മെനി ലാർവൽ സ്റ്റേജസ്. ഇതിന് പലതരം ലാർവകളുണ്ട്. ആ പല ലാർവൽ സ്റ്റേജസിന് കഴിഞ്ഞിട്ടാണ് അതൊരു അഡൽട്ടായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ലാർവ ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇവരിലും എങ്ങനെയാണ്? ദ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് മെനി ലാർവൽ സ്റ്റേജസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ ലാർവകളെയാണ്. പേരൊന്നും വേണ്ട, നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി ലാർവ ഉണ്ട് എന്നുള്ളത്. അടുത്തത് ഈ ഒരു ഫൈലത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഇതിലുള്ള ചില ജീവികൾ സം മെമ്പേഴ്സ് ലൈക്ക് പ്ലനേറിയ. പ്ലനേറിയാണ് ആദ്യം നമ്മൾ കാണിച്ച പടം. പ്ലനേറിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് പക്ഷേ ഒരു പാരസൈറ്റ് ഒന്നുമല്ല. പ്ലനേറിയ സാധാരണ കാണുന്നത് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ, ഈ ചപ്പുചവറിൻ്റെ അകത്തും കരിയിലേക്കകത്തും ഒക്കെ കാണുന്ന ഒരു തരം ജീവിയാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലനേറിയ ഒരു ഫ്രീ ലിവിങ് ആണ്, നോട്ട് എ പാരസൈറ്റ്. പ്ലനേറിയ പൊസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. ഇതിന് ഹൈ പവർ ഓഫ് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. എന്താണ് ഇപ്പോൾ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ശരീരം എവിടെയെങ്കിലും കട്ടായി പോയാൽ, മുറിഞ്ഞു പോയാൽ, കണ്ടോ ഈ ആനിമലിനെ കണ്ടോ 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത ഓരോ ഭാഗവും ഓരോ ആനിമലായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇത് കണ്ടോ, ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഡെവലപ്പ് ചെയ്ത് അതിന് തലയും വാലും ഒക്കെ ഉണ്ടായിട്ട് ഒരു ജീവിയുണ്ടാവും. ഇതിൻ്റെ തലഭാഗം വാലുണ്ടായിട്ട് വേറൊരു ജീവിയുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽ ഭാഗത്തു നിന്ന് തലഭാഗം ഡെവലപ്പ് ചെയ്തിട്ട് വേറൊരു ജീവിയുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പ്ലനേറിയെ നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ പ്ലനേറിയ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അതുപോലെ ഇതിനെ നമ്മൾ ഇങ്ങനെ നെടുകയാണ് ഡിവൈഡ് ചെയ്യുന്നത്. എൻ്റെ ഹെഡ് റീജൻ നമ്മൾ 3ആയിട്ട് മുറിച്ചാൽ അത് 3 ആയിട്ട് റീജനറേഷൻ ഹെഡ്സ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫൈലമാണ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത്. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ പുനരുജ്ജീവനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ബോഡി പാർട്ട് മുറിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗം ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കഴിവ് അല്ലേ. ഇപ്പം നമ്മുടെ ശരീരത്തിലും അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള തലയൊന്നും വെട്ടിയാലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ കയ്യിലൊക്കെ ചെറിയ മുറിവുകളുണ്ടായാൽ ആ മുറിവ് സാധാരണ നെകന്ന് സെൽസ് അവിടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പഴയ അവസ്ഥയിലാകും അല്ലേ. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള റീജനറേഷൻ പവറൊക്കെ നമുക്കും ഉണ്ട്. പക്ഷേ ഈ പ്ലാനറിയ പോലുള്ള ഹൈ പവറൊന്നും ഇല്ല. അതാണ് പവർ ഓഫ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സം മെമ്പേഴ്സ് ലൈക്ക് പ്ലാനറിയ പൊസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. പിന്നെ കുറേ എക്സാമ്പിൾസ് ആണ്. ഞാൻ ആദ്യം കാണിച്ച എക്സാമ്പിൾ ആണെന്നു ടേപ്പ് വേം. ടേപ്പ് വേമിൻ്റെ പേരാണ് ടീനിയ എന്ന് പറയുന്നത്. ടീനിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടേപ്പ് വേം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എൻ പാരസൈറ്റ്, എൻഡോ പാരസൈറ്റ് ആണ്. കാറ്റിൽസിലും ഷീപ്പിലും ഒക്കെ കാണപ്പെടുന്ന, മനുഷ്യനിലും ഒക്കെ കാണപ്പെടുന്ന പിന്നെ വേമാണ് ടേപ്പ് വേം. നാടവിര എന്നാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത്, നാടവിര. പിന്നെ നമ്മൾ വേറൊരു ജീവിയെക്കുറിച്ച് പറഞ്ഞു, ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന ജീവിയാണ് ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ പേരാണ് ഫാസിയോള. ഇത് ഷീപ്പിൽ കാണുന്ന ഒരു പാരസൈറ്റാണ്, ഷീപ്പ്. നമ്മൾ ഇതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ഒന്നുകൂടി ഓടിച്ച് പറയാം. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? പ്ലാറ്റിഹെൽമിന്തസിന് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കുന്നു? ഫ്ലാറ്റ് വേംസ് എന്ന് വിളിക്കുന്നു. പ്ലാറ്റിഹെൽമിന്തസ്, പ്ലാറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഫ്ലാറ്റ് എന്നർത്ഥം. ഹെൽമിന്ത് മീൻസ് വേംസ്. അത് ഓർത്തിരുന്നാൽ മതി. ഫ്ലാറ്റ് വേംസ് എന്നാണ് കോമൺലി പറയുന്നത്. ദേ ആർ മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ് ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്. എൻഡോ പാരസൈറ്റ് ആണ്. പിന്നെ ഫ്ലാറ്റ് വേംസ് ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, എസിലോമേറ്റ് ആണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഹുക്സ് ആൻഡ് സക്കേഴ്സ് പ്രസൻറ്റ് ഇൻ പാരസൈറ്റിക് ഫോംസ്. സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദർ ബോഡി സർഫസ്. Specialized cells called flame cells
help in osmoregulation and excretion. Sex is not separate. The fertilization is internal. Development is through many larval stages. Some members like Planaria possess high regeneration capacity. അപ്പോൾ ഇതിൽ നിന്ന് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ചെറിയ ഫൈലംസ് ആണ് ടീനോഫോറ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അവർക്ക് പാരസൈറ്റ്സ് ആണ് കൂടുതൽ ആൾക്കാർ. ഇവർ ബയലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഏസിലോമേറ്റ് എന്നുള്ള ജീവികളാണ്. പിന്നെ ഫ്ലെയിം സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പവർ ഓഫ് റീജനറേഷൻ ഹൈ ആയിട്ടുള്ള ജീവികളും പ്ലാറ്റിഹെൽമിന്തസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടുകളും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിച്ചു വെച്ചിരിക്കണം. അത് രണ്ട് കുഞ്ഞ് ഫൈലങ്ങളാണ്, ടീനോഫോറയും പ്ലാറ്റിഹെൽമിന്തസ്. പേരുകളും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ.